അമേരിക്കയിലെ ബോസ്റ്റണിൽ ബോംബ് പൊട്ടി 3 പേർ മരിച്ചു. 150ഓളം പേർക്ക് പരിക്കേറ്റു. അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യ ബോംബ് സ്ഫോടനമല്ല ഇത്. പക്ഷേ ഒരു റഷ്യൻ വംശജൻ, കൃത്യമായി പറഞ്ഞാൽ ചെച്ചനിയക്കാരൻ പ്രതിയായ ആദ്യ ബോംബ് സ്ഫോടനമാണിത്. പ്രതികളെന്ന് FBI സംശയിച്ച സഹോദരന്മാരിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു. മറ്റേയാൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലും ജയിലിലുമായി കഴിയുന്നു. തൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്തില്ലെന്ന് കുറ്റാരോപിതരുടെ മാതാവ് പറയുന്നു. നല്ല വിദ്യാർത്ഥികളും മനുഷ്യരുമാണെന്നാണ് ഇവരുടെ അയൽവാസികൾ പറയുന്നത്. പക്ഷേ ഇവർ അമേരിക്കയിലെത്തിയതു മുതൽ FBI നിരീക്ഷണത്തിലായിരുന്നുവെന്ന് ഇവരുടെ അമ്മ ഓർക്കുന്നു. FBI ഇത് സമ്മതിക്കുന്നു. പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ സാധിക്കുക? ഈ ചോദ്യം അമേരിക്കൻ മാധ്യമങ്ങളും ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏപ്രിൽ 15 ബോസ്റ്റൺ മാരത്തോണിന്റെ ഫിനിഷിംഗ് ലൈനിനോട് ചേർന്നാണ് സ്ഫോടനമുണ്ടായത്. മാരത്തോൺ നടക്കുന്നതിനാൽ മാധ്യമങ്ങൾക്ക് സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ തത്സമയം പകർത്താനായി. 8 വയസ്സുകാരനുൾപ്പെടെ 3 പേർ മരിക്കുകയും 150ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനത്തിന് കാരണക്കാരായവരെ പിടികൂടാൻ പോലീസും FBI കനത്ത തെരച്ചിൽ ആരംഭിച്ചു. ചുറ്റുപാടുമുള്ള അപ്പാർട്ട്മെന്റുകൾ അരിച്ചുപെറുക്കി. CCTV ക്യാമറകൾ പരിശോധിച്ചു. ഇതുപ്രകാരം മാരത്തോൺ മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിന് സമീപം നടന്നു പോവുകയായിരുന്ന ചെച്ചൻ വംശജരായ തമർലാൻ സർനേവ്, ധോക്കർ സർനേവ് എന്നിവരാണ് പ്രതികളെന്ന് FBI പ്രഖ്യാപിച്ചു. ഇവരുടെ ചിത്രങ്ങൾ FBI പുറത്തുവിട്ടു. ഇരുവരും വർഷങ്ങളായി തങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് FBI വെളിപ്പെടുത്തി. പക്ഷേ നിരീക്ഷിക്കാൻ മാത്രം ഇവർ എന്താണ് ചെയ്തതെന്ന് മാത്രം ആർക്കും മനസ്സിലായില്ല. ഇരുവർക്കുമെതിരെ സംശയമുയരാൻ പക്ഷേ FBIക്ക് മതിയായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഇരുവരും ചെച്ചൻ വംശജരാണ്. മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കാണ് ചെച്ചനിയ. സോവിയറ്റ് യൂണിയന്റെ തിരോധാനത്തിന് ശേഷവും മറ്റ് റിപ്പബ്ലിക്കുകളെ പോലെ സ്വാതന്ത്ര്യം ലഭിക്കാത്തതിനാൽ റഷ്യയുമായി പോരാട്ടത്തിലാണ് ചെച്ചനിയ. ഇവരെ സംശയിക്കാൻ FBI കണ്ടെത്തിയ മറ്റൊരു കൗതുകകരമായ ന്യായമുണ്ട്. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം അമേരിക്കയ്ക്ക് അകത്ത് തന്നെ ആസൂത്രണം ചെയ്തതാണെന്ന് ഇരുവരും ഉറച്ചു വിശ്വസിക്കുന്നു. എന്തായാലും ഇവർ താമസിച്ചു പോന്ന അപ്പാർട്ട്മെന്റും പരിസരവും വളഞ്ഞ് FBI പോലീസും ഒരു രാത്രി മുഴുവൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അയൽവാസികളോട് വെളിയിലിറങ്ങരുതെന്ന് ആവശ്യപ്പെട്ട ശേഷമായിരുന്നു FBI ഇവരുടെ വീട് ആക്രമിച്ചത്. FBIയുടെ വിശദീകരണ പ്രകാരം വെടിവയ്പിൽ പ്രശസ്തമായ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. അതേസമയം തമർലാൻ സഹോദരന്മാർ തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ പിറ്റേന്ന് സഹോദരന്മാരിലെ മൂത്തവനായ തമർലാൻ സർനേവ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടതായും ഇളയവൻ ധോക്കർ സർനേവിനെ പരിക്കുകളോടെ പിടികൂടിയതായും പോലീസ് അവകാശപ്പെട്ടു. പക്ഷേ തന്റെ മക്കൾ ഒരിക്കലും ഭീകരപ്രവൃത്തികളിൽ ഏർപ്പെടില്ലെന്ന് ഇരുവരുടെയും അമ്മ സുബൈദ സർനേവ് ആണയിടുന്നു. What happened is a terrible thing, but I know that my kids have nothing to do with this. I know it. I am mother. I know my kids. I know my kids. My kids would never get involved into anything like that. തമർലാൻ സഹോദരന്മാർ പുറത്തു തൂക്കിയിട്ട ബാഗിൽ പ്രഷർ കുക്കർ ബോംബുകളുമായി എത്തി മാരത്തൺ ഫിനിഷിംഗ് പോയിന്റിൽ സ്ഥാപിച്ചുവെന്നാണ് FBI പറയുന്നത്. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിലൂടെ സരനേവ് സഹോദരന്മാരിൽ മൂത്തവനായ തമർലാനിനെ വെടിവെച്ചു കൊന്നുവെന്ന് അവകാശപ്പെടുന്ന FBI തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ദൃശ്യം CNN പ്രക്ഷേപണം ചെയ്തു. എന്നാൽ അബദ്ധത്തിൽ പ്രക്ഷേപണം ചെയ്തതായതിനാൽ
CNN പിന്നീട് ഇതിന് പിന്നാലെ പോയില്ല. സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് ചുമരിൽ ബാഗുകൾ ഉണ്ടാവുകയും സ്ഫോടനത്തിന് ശേഷം ബാഗ് ഇല്ലാതെയും സംഭവസ്ഥലത്ത് കണ്ട ആളുകളുടെ ഫോട്ടോകൾ ബദൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നവർ അമേരിക്കയുടെ സുരക്ഷാ ചുമതലയുള്ള കരാറുകാരായ ക്രാഫ്റ്റ് ഇന്റർനാഷണലിന്റെ ഉദ്യോഗസ്ഥരാണ്. അമേരിക്കയിൽ സൈനിക പോലീസ് സേവനങ്ങൾ നൽകുന്ന സ്വകാര്യ ഏജൻസിയാണ് ക്രാഫ്റ്റ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആരാണ് ബോസ്റ്റണിൽ ബോംബ് സ്ഥാപിച്ചതെന്ന്. മാരത്തോണിനിടയിൽ ബോംബ് പരിശോധനയ്ക്കായി മോക്ക് ഡ്രിൽ നടന്നുവെന്നും അതിനായി കൊണ്ടുവന്ന ബോംബ് പൊട്ടിയതാകാമെന്നുമാണ് കൂടുതൽ വ്യക്തതയുള്ള നിഗമനം. പക്ഷേ സ്ഫോടനത്തിൽ 3 പേർ മരിച്ചതോടെ അത് സർനേവുമാരുടെ തലയിൽ വെച്ചതാകാമെന്നുമാണ് വിശ്വസിക്കാനാവുക. തങ്ങളുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന സർനേവ് സഹോദരന്മാർ തീവ്രവാദികളാണ് എന്നതിന് തെളിവൊന്നുമില്ല എന്നാണ് FBI പറഞ്ഞിരുന്നത്. പിന്നെ സ്ഫോടനവുമായി ഇവരെ ബന്ധിപ്പിച്ചത് എങ്ങനെയെന്ന് ഇനിയും വ്യക്തമായിട്ട് വേണം. എന്തായാലും ഇടക്കാലത്ത് നിലച്ചുവെന്ന് കരുതിയ FBI-യുടെയും CIA-യുടെയും ഭീകരവേട്ട പൂർവാധികം ശക്തമായി തുടരുമെന്ന സൂചനയാണ് ബോസ്റ്റൺ സംഭവം നൽകുന്നത്. സംരക്ഷകര് തന്നെ ശിക്ഷകരായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വേറൊരു രീതിയിലൊരു തീവ്രവാദം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഇവരുടെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്യരാജ്യത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനെ അതൊരു ഭീകരവാദത്തിന്റെ വഴിയിൽ കൂടെ കാണേണ്ടി വരുന്നു. അതേപോലെ മറ്റു രാജ്യത്തു നിന്നുള്ള ആക്രമണങ്ങളെയും നമുക്ക് തീവ്രവാദത്തിന് വേണം. പക്ഷെ ഈ ഒരു ഇതിൽ നമുക്ക് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ 19 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇതിന്റെ പിന്നിലുള്ള ഈ ഒരു ഭീകരവാദ പ്രവർത്തനത്തിന് പിന്നിലുണ്ടായിട്ടുള്ളത്. അപ്പൊ അതും പറയുന്നത് എന്താണ്, മതത്തിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്നാണ് ഞാൻ പത്രങ്ങളിൽ വായിച്ചു പോലും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടിയുടെ ബോധത്തിനെ എത്തിക്കുന്നതിന് അതും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഒരു മതത്തിലും പറയുന്നില്ല സംഹാരം എന്നുള്ളത്. എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു അവസ്ഥയാണ്, ഒരു ചുറ്റുപാടാണ് എല്ലാ മതങ്ങളും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ടെറർ എന്നുള്ളത് ഒരു തരത്തില് വല്ലാതെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു ആയുധ കച്ചവടത്തിനായാലും അല്ലെങ്കിൽ ഭീതി പടർത്തി അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് റിന്യൂ ചെയ്യാനായാലും ഒക്കെ വേണ്ടിയിട്ടുള്ളത്. ബോസ്റ്റൺ ഇൻസിഡന്റിൽ തന്നെ FBI-യും CIA-യും തമ്മിൽ ഡാറ്റാബേസ് ഷെയർ ചെയ്തിട്ടില്ല തുടങ്ങിയ വളരെ സില്ലി ആയിട്ടുള്ള ഒരുപാട് ന്യായവാദങ്ങൾ ഒരാളെ പ്രതിയാക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രതിയെ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഒരു കേസ് തെളിയിച്ചു എന്ന് വരുത്തി തീർക്കാനോ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഇതൊരു പൊതു സ്വഭാവമായി മാറിയിരിക്കുന്നു. ടെററിസ്റ്റ് അറ്റാക്കുകൾ അന്വേഷിക്കുന്ന ലോകത്തെ എമ്പാടുമുള്ള ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു പൊതു സ്വഭാവം സത്യത്തിൽ ശരിക്കും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. അത് എന്തുകൊണ്ട് വരുന്നു, ഭരണകൂടം എങ്ങനെ ഒന്നുകിൽ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ, അത്തരം സംശയങ്ങൾ ഭരണകൂടങ്ങൾക്ക് കഴിയണം. അത് കഴിഞ്ഞില്ല എന്നുള്ളത് ഈവൻ അവസാനത്തെ ബോസ്റ്റൺ ഇൻസിഡന്റിൽ വരെ വളരെ വ്യക്തമാണ്. അപ്പൊ ഇതിന് പിന്നിൽ ഒരുപാട് ദുരൂഹതകളാണ്. സർഗാത്മകതയുടെ കെട്ടഴിക്കാൻ പുതിയ മേഖലകൾ തേടി 20 സംവിധായകർ. മനുഷ്യർ ഇനിയും അധികമായി ചെന്നെത്തിയിട്ടില്ലാത്ത ഉത്തര ഓസ്ട്രേലിയയിലെ ദ്വീപുകളിലേക്കാണ് അവർ പോയത്. 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം നിർമ്മാണമാണ് ലക്ഷ്യം. ഉത്തര ഓസ്ട്രേലിയ അവർക്ക് മുന്നിൽ വെല്ലുവിളിയായി. പ്രയാസങ്ങൾ കൊണ്ടല്ല, പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ട്, അതിലൊളിപ്പിച്ച വിസ്മയങ്ങൾ കൊണ്ട്.
blown away by how short the distance you need to go to see a lot of different things. See rainforest, mountains, plains, wetlands. The project is paradise in a day. The problem is putting it in a day because there's so much to do, there's so much to see. They sent me the film Paradise and this certainly is paradise. നയതന്ത്ര ഭാഷ തികച്ചും മാന്യവും പക്വവുമാണ്. ഈ മാന്യതയുടെയും പക്വതയുടെയും പുതപ്പിനുള്ളിൽ നയതന്ത്ര പദാവലികളുടെ ശരിയായ അർത്ഥം മിക്കവാറും തനി നാടൻ പ്രയോഗങ്ങളായിരിക്കും. അമേരിക്കയിൽ സന്ദർശനം കഴിഞ്ഞ ശേഷം താൻ ഗസ സന്ദർശിക്കുമെന്ന് തുർക്കി പ്രധാനമന്ത്രി റജബ് തൊയ്യിബ് എർദോഗാൻ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഫ്രീഡം ഫ്ലോട്ടില ആക്രമിച്ചതിന് ഇസ്രായേൽ തുർക്കിയോട് മാപ്പ് പറഞ്ഞ സമയത്ത് തന്നെ പ്രഖ്യാപിച്ചതാണ് എർദോഗാന്റെ സന്ദർശനം. എന്നാൽ ഇസ്രായേലും അമേരിക്കയുമായും നയതന്ത്ര ബന്ധം പുലർത്തുന്ന തുർക്കി ഗസ സന്ദർശിക്കുന്നത് ഇരു കൂട്ടർക്കും ദഹിച്ചില്ല. ഇസ്രായേലിന് വേണ്ടി ഇക്കാര്യം തുർക്കിയോട് പറഞ്ഞത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയാണ്. ഇതിന് മറുപടി പറഞ്ഞത് തുർക്കി ഉപപ്രധാനമന്ത്രി ബുലന്ദ് അരിഞ്ചാണ്. ഈ ഡയലോഗ് നമ്മൾ സാധാരണക്കാരാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാവും എന്ന് ആലോചിച്ചു നോക്കുക. With respect to the Prime Minister's potential visit to Gaza, we have expressed to the Prime Minister that we really think that it would be better delayed and that it shouldn't take place at this point in time for a number of different reasons. The Prime Minister obviously has a right to make decisions about what he does and where he goes, but it was our feeling in a constructive way that we thought that the timing of it is really critical with respect to the peace process that we're trying to get off the ground. Mayıs ayı içerisinde gitmesini arzu etmiyoruz veya tavsiye etmiyoruz şeklindeki açıklaması diplomatik açıdan mahsurludur. Yanlıştır, doğru değildir. Çünkü Sayın Başbakanımızın veya bir Türk yetkilisinin ne zaman nereye gideceğine hükümetimiz karar verir. Bunun dışında herhangi bir merciden izin almak veya onların olurlarını peşinen kabul etmek durumunda değiliz. Bunu Sayın Kerry de bilir, dünya da bilir ki Türkiye ne zaman ne arzu ediyorsa bunu gerçekleştirecek bir güçtedir. വർഗം, വർഗസമരം തുടങ്ങിയ വാക്കുകൾ അപ്രസക്തമായിക്കൊണ്ടിരുന്ന കാലത്താണ് ഓക്യുപ്പൈ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം തുടങ്ങിയത്. 1% വരുന്ന കോർപ്പറേറ്റുകൾക്കെതിരെ 99% വരുന്ന സാധാരണക്കാർ നടത്തിയ സമരമായിരുന്നു വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം. അത് വർഗസമരമാണോ അല്ലേ തുടങ്ങിയ ചർച്ചകൾക്ക് പ്രസക്തിയില്ലാത്ത വിധം ജനം തെരുവിലിറങ്ങുന്ന കാഴ്ചകളാണ് യൂറോപ്പിലെങ്ങും ഇപ്പോൾ ദൃശ്യമാവുന്നത്. അറബ് വസന്താനന്തരം ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ പ്രതിഭാസം അരങ്ങേറുന്നു. അധ്വാനിക്കുന്ന ഭൂരിഭാഗവും അവരെ ചൂഷണം ചെയ്യുന്ന ന്യൂനപക്ഷവും നിലനിൽക്കുന്നുവെന്നതാണ് ഇത്തരം സമരങ്ങളെ ഇനിയും പ്രസക്തമാക്കുന്നത്. പ്രചോദനം എന്തുമാവട്ടെ, ചൂഷകർക്കെതിരെ തെരുവിലിറങ്ങുന്ന മുഴുവൻ മനുഷ്യർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. ഓക്യുപ്പൈ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഒരു ഗാനമാണ് ഈ ആഴ്ചയിലെ ഗ്ലോബൽ ബീറ്റ്. ആസ്വദിക്കൂ. ഏവർക്കും മെയ് ദിനാശംസകൾ. അടുത്തയാഴ്ച വീണ്ടും കാണാം. ബൈ. Before they took all our money with political schemes, and I've been waiting for revolution, and I've been waiting for revelation in our nation. I was born with the right, and I'll stand up and fight. I believe in what's right and what's wrong. I won't take another day. Rich man stealing all my pay. Hell is waiting and it's where they